കൂട്ടി. ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള സ്വിച്ചായിരുന്നു അത്. അതമർത്തിയപ്പോൾ ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. കുറയ്ക്കുന്നത് നീക്കിയപ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ലൈറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് റിമോട്ടിൽ നൽകിയിരിക്കുന്ന ഓട്ടോ ഫംഗ്ഷൻ. അതുപോലെ 3 ഹവർ, 5 ഹവർ, 8 ഹവർ തുടങ്ങിയ ടൈമർ ഫംഗ്ഷനുകളും ഈ ഒരു റിമോട്ടിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ അകത്ത് തന്നെ ബാറ്ററികൾ, അതിൻ്റെ കൺട്രോൾ യൂണിറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. $40 വാട്ട്സിൻ്റെ ഒരു അടിപൊളി സോളാർ ഫ്ലാഷ് ലൈറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഈ ഒരു സോളാർ ലൈറ്റിൻ്റെ ഒരുപാട് ഫീച്ചറുകൾ, ഇൻ്റലിജൻസ് റിമോട്ട് കൺട്രോൾ, അതുപോലെ ചാർജിങ് ഡിസ്പ്ലേ, സോളാർ ബാറ്ററി ചാർജിങ്, സീറോ ചാർജ്, ഈസി ഇൻസ്റ്റലേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം, കാണുന്നുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇവിടെ ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഒരു ലൈറ്റിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ IR റിമോട്ട് കൺട്രോൾഡാണ്. റിമോട്ടിൽ ഒരുപാട് ഫംഗ്ഷൻ വരുന്നുണ്ട് കേട്ടോ, അതിലോട്ട് നമുക്ക് പിന്നീട് കിടക്കാം. അപ്പോൾ ഇഭാഗത്തും ഒരുപാഡ് രാജ്യങ്ങളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ മേഖലയിൽ എവിടെയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത്. ഹോട്ടൽ, ഫാമുകൾ, ഗ്യാരേജ്, ഔട്ട്ഡോർ, ബിൽ ബോർഡ്, ഒരുവിധം ടർഫുകളിൽ, അതുപോലെ തന്നെ ഈ ഒരു വർക്ക്ഷോപ്പുകൾ, അങ്ങനെ ചെറിയ കൂടുതൽ വെളിച്ചം ആവശ്യമുള്ള ഭാഗങ്ങളിലെല്ലാം, ആവശ്യമുള്ള സ്പേസുകളിലെല്ലാം തന്നെ നമ്മൾ ഈ ഒരു ലൈറ്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് സോളാറാണ്, രാവിലെ ചാർജ് കയറും, രാത്രി നമുക്ക് എത്ര സമയമാണെങ്കിലും ഇത് വർക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഒന്നും പേടിക്കേണ്ട. അതുപോലെ തന്നെ പവർ കട്ടിനെ പേടിക്കേണ്ട, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ വരും പവർ സപ്ലൈയിൽ. അതൊന്നും ഇതിനെ ബാധിക്കില്ല, കാരണം ഇത് സോളാറാണ്, രാവിലെ ചാർജ് കയറും, രാത്രി നമുക്ക് ഉപയോഗിക്കാം. അതിൻ്റെ യൂസർ മാനുവലിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ സോളാർ പാനൽ, അതുപോലെ ആ ഒരു ലൈറ്റിൻ്റെ സവിശേഷതകൾ, അത് കണക്ട് ചെയ്യേണ്ട വിധം, അതുപോലെ തന്നെ അതിൻ്റെ IR റിമോട്ടിലുള്ള ഓരോ ഫംഗ്ഷനെ കുറിച്ചും അതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബോക്സിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. 4 ബാറ്ററി ഉണ്ട്, 2 ബാറ്ററി ഉണ്ട്, അതുപോലെ റിമോട്ട് ഉണ്ട്, 8 വോൾട്ട് ക്ലാമ്പുകൾ, എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു കയ്യിൽ ക്യാമറയും മറ്റൊരു കയ്യിൽ ഈ ഒരു അൺബോക്സിങ് ആയതിനാൽ തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ട് നമുക്കുണ്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇവിടെ ഈ ഒരു ലൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും 40 വാട്ട്സ്, അതുപോലെ തന്നെ IP66 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു LED മോഡ്യൂൾ, ഒരു SMD ടൈപ്പ് LED മോഡ്യൂൾ അകത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ടറൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവിടെ ഞെട്ടും ബോൾട്ട് നൽകിയിട്ടുണ്ട്. ഈ ഞെട്ടും ബോൾട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലാമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു ക്ലാമ്പ് നമുക്ക് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഈ ഒരു ഞെട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാൻ കഴിയും. ഇതൊന്നും ഞാൻ പറഞ്ഞു തരണം എന്നില്ല, എന്നാലും ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ ചില വശങ്ങളൊക്കെ പറയണമല്ലോ, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. അതുപോലെ തന്നെ ഇതാണ് അതിൻ്റെ IR റിമോട്ട്. ഈ ഒരു IR റിമോട്ടിൽ ഓട്ടോ, അതുപോലെ തന്നെ 2 ഹവർ, അങ്ങനെ ഒരുപാട് ടൈമർ ഫംഗ്ഷനുകൾ, അതുപോലെ ബ്രൈറ്റ്നസ് ഓൺ ഓഫ് ഫംഗ്ഷനുകളൊക്കെ അതിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ വർക്കാവാത്തതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, നമ്മൾ ബാറ്ററി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാറ്ററി ഇട്ടാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. തൽക്കാലം ഞാൻ ഈ ഒരു ബാറ്ററി പൊട്ടിച്ച് ഇതിലോട്ട് ഇടുന്നില്ല. പകരം നമ്മുടെ കയ്യിൽ മറ്റൊരു IR റിമോട്ട് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു LED ലൈറ്റിൻ്റെ ഡെമോ കാണിച്ചു തരാം. ഈ ഒരു ഫുഡ് ലൈറ്റിൻ്റെ ബോഡിയെല്ലാം അലുമിനിയം അലോയ് ആയതിനാൽ തന്നെ അതിനകത്തുള്ള വെയിറ്റ് ഒന്നുമില്ല. പിന്നെയുള്ള വെയിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ബാറ്ററിയുടെയും മറ്റുള്ള വെയിറ്റാണ്. ഇപ്പോൾ കണ്ടോ, നമ്മൾ ഓൺ ആക്കിയപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്, ഓഫ് ചെയ്തപ്പോൾ ലൈറ്റ് ഓഫായി. വീണ്ടും ഓൺ ചെയ്തു. ഇതിപ്പോൾ ടൈമർ ഫംഗ്ഷനാണ് ഞാൻ അമർത്തിയത്, ഇതും ടൈമർ ഫംഗ്ഷനാണ്. 3 ടൈം സെറ്റിംഗ് ഫംഗ്ഷനുകളുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ് കൂട്ടുവാനുള്ള ഫംഗ്ഷനാണ് ഇപ്പോൾ അമർത്തിയത്. ഇത് ബ്രൈറ്റ്നസ് കുറയ്ക്കുവാനുള്ള ഒരു സ്വിച്ചാണ്. അപ്പോൾ ഇത്രയും ഫംഗ്ഷനുകളാണ് ഇതിലുള്ളത്. കണ്ടില്ലേ, ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ഇതിപ്പോൾ ബ്രൈറ്റ്നസ് വീണ്ടും നമുക്ക് കുറയ്ക്കാൻ കഴിയും. ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള സ്വിച്ചായിരുന്നു അത്. അതമർത്തിയപ്പോൾ ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ട്. കുറയ്ക്കുന്നത് നീക്കിയപ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ലൈറ്റ് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് റിമോട്ടിൽ നൽകിയിരിക്കുന്ന ഓട്ടോ ഫംഗ്ഷൻ. അതുപോലെ 3 ഹവർ, 5 ഹവർ, 8 ഹവർ തുടങ്ങിയ ടൈമർ ഫംഗ്ഷനുകളും ഈ ഒരു റിമോട്ടിൽ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അൺബോക്സ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഇതിലോട്ട് ലൈറ്റ് കത്തിച്ച് കളിച്ചാണ്ട് ഇതിനകത്ത് ചാർജെല്ലാം ഊറ്റിക്കളഞ്ഞ് ഇത് കേടാക്കുമോ എന്നുള്ള പേടി ആർക്കും വേണ്ട. കാരണം ഇത് നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇത് നമ്മൾ സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ ആ ഒരു ചാർജിങ് ലീഡ്, സോളാർ പാനലിൻ്റെ ചാർജിങ് ലീഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് നേരെ നമ്മൾ ഈ ഒരു ഫുഡ് ലൈറ്റിൻ്റെ ചാർജിങ് പിന്നിലോട്ട് കണക്ട് ചെയ്യണം. ഇവിടെ ഒരു ഫീമെയിൽ കണക്ടർ, ഇവിടെ ഒരു മെയിൽ കണക്ടർ ഉണ്ട്. രണ്ടും നമ്മൾ കണക്ട് ചെയ്യണം. അതങ്ങനെ മാറിപ്പോകാനുള്ള
വഴിയൊന്നുമില്ല, കാരണം അതിനകത്തുള്ള ഗ്രൂവും ലോക്കിംഗ് സിസ്റ്റമൊക്കെ ആ ഒരു കണക്ടറിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ മാറിപ്പോവാതെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും. ഇതാണ് ആ ഒരു റിമോട്ട്. അപ്പോൾ നമ്മൾ 3 40 വാട്ട്സിൻ്റെ LED ലൈറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 പ്രകാശിപ്പിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ റിമോട്ട് മതി. കണ്ടോ, 3 മേടിച്ചാൽ 3 റിമോട്ട് കിട്ടും. എങ്കിലും നമുക്ക് ഈ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ 3 നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ അത്തരത്തിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ 3 ലൈറ്റുകൾ. അതുപോലെ തന്നെ ഈ 3 ലൈറ്റുകളും ഒരേ സമയം ഈ ഒരു ഒറ്റ സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു ലൈറ്റിന് ഒരു സോളാർ പാനൽ, പിന്നെ ആ ഒരു ലൈറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ലൈറ്റ് ഈ ഒരു സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ലൈറ്റിൻ്റെ അകത്ത് തന്നെ ബാറ്ററികൾ, അതിൻ്റെ കൺട്രോൾ യൂണിറ്റുകളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈറ്റിൻ്റെ ഒപ്പം, ഒരു ഫുഡ് ലൈറ്റിൻ്റെ ഒപ്പം ഒരു സോളാർ പാനൽ, അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. മാത്രമല്ല ഇത്തരം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.